നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഫലമല്ല. കഴിഞ്ഞ 20 വർഷത്തോളമായി CPM കൈവശം വയ്ക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 15 വർഷമായി UDF കൈവശം വയ്ക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത്. പക്ഷെ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും NDAക്ക് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്നിങ്ങോട്ടുള്ള സമയത്ത് 55,000-ഓളം വോട്ടുകൾ കിട്ടിയപ്പോൾ പക്ഷെ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000 വോട്ടുകളാണ് ലഭിച്ചത്. ശ്രീ O രാജഗോപാലിന് 2,30,000 വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും 30,000 വോട്ടുകൾ മാത്രമാണ് BJP. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ UDFന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത്. അവർക്കും വിജയിക്കാൻ സാധിച്ചു. ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 10,000-ലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച 50,000 എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി. കാരണം ശ്രീധരൻ സാർക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ്. ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിന്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല, എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം SDP അടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് UDF നടത്തിയ പരിശ്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ LDF നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ, ഇതിനെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം തന്നെയാണ്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും.
ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ഇത് പറഞ്ഞതിന് പിന്നാലെ താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വടക്കുന്നാഥിന് ശേഷം വിശാലാക്ഷി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ പാർട്ടികളും ഗോവിന്ദൻ എന്താണ് ഗോവിന്ദൻ പറഞ്ഞ ശരി നമുക്ക് ജയിക്കുമെന്നല്ല ഞാൻ പറയുമ്പോൾ മാത്രമേ 400 പാറെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചെടുക്കുന്നല്ലേ സുധാകരനും വിളിച്ചോദിച്ചനും പറഞ്ഞു. എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ സന്ധ്യമാരെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രനെ ചാണകവെള്ളം തളിച്ച് പുറത്താക്കിയാൽ മാത്രമേ ഈ സംവിധാനം നേരം. അതൊക്കെ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും വീണ്ടും ഇന്ന് വളരെ രൂക്ഷമായ രീതിയിൽ കുറച്ചുകൂടി നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും എന്താ സംശയമുള്ളത്? ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. കോൺഗ്രസ് പലപ്പോഴും പരീക്ഷയ്ക്ക് വിജയിക്കുന്നതാണ്. പക്ഷെ ആ കോൺഗ്രസിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ല. അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ SDP അടക്കമുള്ള കക്ഷികൾ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഞാൻ പറഞ്ഞില്ല, PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറെ ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ല. ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷെ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷെ ചീഫ് സെമിന്റെ ഓഫീസിലേക്ക് പോയിരിക്കും. PFI ഉപയോഗിച്ചാണ് PD സർവീസിൽ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷെ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. LDF നടത്തിയ അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയം. വോട്ട് കുറഞ്ഞിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലാണ്. BJPയുടെ കോട്ടയായിട്ട് കരുതപ്പെടുന്ന പലയിടങ്ങളിലും വോട്ട് കുറവുണ്ട്. ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല എല്ലാ ബൂത്തുകളിലും ഒരു 30-40 വോട്ടുകൾ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല. കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു, ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് MLA-മാരും MP-മാരും താരപ്രചാരകന്മാരും മന്ത്രിമാരും സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്നതാണ്. അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു 20 വോട്ട് 30 വോട്ട്, മാത്തൂരിലും 20 വോട്ട് ഓരോ ബൂത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിരായിലും അതെല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 10, 15, 20 വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും. ലോക്സഭയിൽ ഒരു MP ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാർക്ക് കിട്ടിയ 50,000 വോട്ടിന്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരണമായിട്ട് ഞങ്ങൾ രംഗത്ത് പോയി. പക്ഷെ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എല്ലാ ബൂത്തിലും ജനറലായിട്ട് അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ പരിശോധിച്ചു. ഞങ്ങൾ ഈ വിജയത്തെ UDF-ന്റെ വിജയത്തെ അതിന്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു. ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ. സർക്കാരിനെതിരെ BJPയും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ സമരത്തിന്റെ രംഗത്താണ്. TP ദിവ്യയുടെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു പോയി. പക്ഷേ ഇവിടെയും വോട്ട് കുറയ്ക്കാൻ സാധിച്ചില്ല. LDF-ന്റെ വോട്ട് ഏതാണ്ട് അവർ 10-5 വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. ചേലക്കരയിലുമാണെങ്കിൽ ഏതാണ്ട് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഈ സമര രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ സമരങ്ങളെയല്ല ഇതൊക്കെ. ഉദാഹരണത്തിന് UDF-ന്റെ അവകാശവാദം എന്താണ്? ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുമെന്നാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടും. അതിൻ്റെ ഒരു 500 വോട്ട് കൂടി എന്ന് പറയുന്നത് വലിയൊരു സംഭവമുണ്ട്. കാര്യമായ രീതിയിൽ ഇതിന് സംഭവിക്കുന്നു. പല സ്ഥലത്തും അത്ര കണ്ട് വരികയാണ്. ഓരോ മണ്ഡലത്തിന്റെയും സ്ഥിതി വ്യത്യാസമാണ്. ഇപ്പൊ നമ്മള് എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റുന്നത്.
വയനാട്ടിലെ ഡെമോക്രസി അവിടുത്തെ മറ്റു പല ഘടകങ്ങൾ അതിൽ ബാധകമാണ്. ബൂത്തുകളിൽ ഒരു സാധ്യതയും ഞങ്ങൾക്കില്ല. പാലക്കാട് ഇത്ര സിമ്പിൾ ആയിട്ട് പരിശോധിക്കുന്നത് പറഞ്ഞു ഒഴിയാൻ ഇല്ലില്ല, അങ്ങനെ കൽപ്പാത്തി ഉൾപ്പെടെ BJP വോട്ട് കുട്ടികൾ ഒക്കെ താപനില താഴേക്ക് പോയിരിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ബൂത്തിലും 30-40 വോട്ടുകൾ കുറയുമ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിംഗ് കുറഞ്ഞു. 50,000 വോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല, പോളിംഗ് കുറഞ്ഞൊന്നും കൂടിയെന്ന് നിങ്ങൾ തന്നെയാണ് വാർത്ത കൊടുക്കുന്നത്. ഞങ്ങളാരും എവിടെയും പോളിംഗ് ശതമാനം പറഞ്ഞിട്ടില്ല. പോളിംഗ് നഗരത്തിൽ 67.7% കുറഞ്ഞു. അപ്പം തന്നെ വോട്ടിന്റെ എണ്ണം കുറയുമല്ലോ. പിന്നെ അത് തെരഞ്ഞെടുപ്പിൽ ബൂത്തിൽ എണ്ണുമ്പോൾ ഒരു 30-40 വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് 7000 വോട്ടിന്റെ കണക്കൊക്കെ പറയുന്നു. അങ്ങനെ വല്ല 7000 വോട്ടിന്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പോളിംഗ് പെർസെന്റേജ് നോക്കിയാൽ നിങ്ങൾക്കറിയില്ല എത്രമാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അത് തെറ്റായ പ്രകാരമാണ്. എല്ലാ കൗൺസിലർമാരുടെയും നോക്കിയാൽ പിന്നെ ഏതെങ്കിലും കൗൺസിലർമാരായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ കൗൺസിലർമാരുടെ ബൂത്തുകളിലും അല്ലാത്ത പ്രാദേശിക നേതാക്കളുടെ ബൂത്തുകളിലൊക്കെ ഈ 30-40 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. സംഘടനാ രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച അത് ചില അടക്കമർച്ചകൾ പോലും ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തോപ്പിച്ചൊന്നുമല്ലല്ലോ. പക്ഷേ BJP ജയിച്ചു സിറ്റിംഗ് സീറ്റിൽ തട്ടതൊന്നുമല്ലല്ലോ. സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട്. 2021 അതിദയനീയമായി ഞങ്ങൾ തോറ്റപ്പെടും. കേരളം മുഴുവൻ തോറ്റപ്പെടും. ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് തന്നെയാണ് ഞങ്ങൾ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ കാര്യത്തിലും ഞങ്ങൾ പരിശോധിക്കും. ശ്രീ സി കൃഷ്ണകുമാറോട് വ്യക്തിപരമായ വിരോധം എന്തെങ്കിലും നിരത്തി പ്രചാരണത്തിൽ നടിച്ചു നോക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും ഈ നേരത്തെ വോട്ട് കുറഞ്ഞത് പരിശോധിക്കുന്നു പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും പാളിച്ചുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരത്തിലുണ്ടോ? കാരണം ആദ്യം മറ്റു ചില പേരുകളൊക്കെ പേരുകളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇവിടെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇവിടെ വന്ന ചർച്ചകളെല്ലാം ഞങ്ങൾ കേന്ദ്ര പാർട്ടിക്ക് സമർപ്പിക്കുക. സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡാണ്, ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുന്നത്. മീൻസ് സെൻട്രൽ പാർട്ടിയാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലല്ലോ, ബോഡിയാണ്, പാർലമെന്ററി ബോഡി. 14 സിറ്റിംഗ് MLA 44,000 വോട്ട് 2019 അതിനെ പറ്റിയൊന്നുമില്ല, ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പോൾ സതീശന് എത്ര വലിയ അവകാശവാദമാണ് ചേലക്കരയെ പറ്റി ഉന്നയിച്ചത്. അദ്ദേഹത്തിന് അവിടെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നാൽ പിന്നെ പിണറായി വിജയൻ സർക്കാർ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. സംഭവിക്കുന്നതാണ്. ഈ നഗരസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് ഈ പേരും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണൊക്കെ വ്യത്യാസമുണ്ട്. നഗരസഭ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രചരണം നടത്തുന്നതെങ്കിൽ ഇനി എത്ര സമയമുണ്ട്? നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ കൊണ്ടുവരിക. അതിലും സംശയം. ബൂത്ത് നമ്പർ 14 BJP 3ാം സ്ഥാനത്താണ്. അതേതാണ് ബുദ്ധം? ആരുടെ ബുദ്ധം? 14. ആരുടെ ബുദ്ധം? അതൊക്കെ വരുന്നു, അങ്ങനെയൊക്കെ വരും. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. നോക്കാം, അത് പരിശോധിക്കുന്നത് ഒരു ബുദ്ധിന്റെ കാര്യമല്ലേ. ബാക്കി അവിടെ 3ാം സ്ഥാനത്തായിരിക്കും. അല്ല, 3ാം സ്ഥാനത്തില്ലാതിരിക്കും. ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലും 1ാം സ്ഥാനത്തല്ലോ. നഗരത്തിൽ ഭരണമുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാ ബൂത്തിലും 1ാം സ്ഥാനത്താണ്. അവിടെ ബൗദാസിന്റെ കോൺഗ്രസും CPM മാറി മാറി ജയിച്ചു വരുന്നതാണ്. കൃഷ്ണകുമാറിന്റെ അഭിമുഖം അല്ലെ ഏത് ചാനലിലെ പറഞ്ഞല്ലോ, ഒന്ന് പരിശോധിക്കാൻ പറയണം. അഭിമുഖത്ത് രാഷ്ട്രീയ അവസാനിപ്പിക്കാൻ 28 ബൂത്തിൽ ഒപ്പത്ത് ലീഡ് ചെയ്യുമ്പോൾ രണ്ടാവടിയും വാർഡിൽ അതെ രണ്ടാവടിയും ഞങ്ങളാണ് 1ാം സ്ഥാനത്ത്. പക്ഷെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങളെല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല. നിങ്ങൾക്കൊരു നീതികേടായി. കാരണം ഇത്രയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം മത്സരിച്ചതിന്റെ 5ൽ
കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് വെറും 20% സീറ്റുകളാണ്. 80% സീറ്റുകൾ ഞാൻ കിട്ടിയിട്ടില്ല. അവരോട് രമേശ് ചെന്നിത്തലയോടൊന്ന് ചോദിക്കണം. അദ്ദേഹമാണ് അവിടെ മറ്റേ ചാർജായിട്ട് പോയിരിക്കുന്നത്. സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കും. ഞങ്ങളൊരു ജയിക്കാത്തൊരു കഴിഞ്ഞ തവണയും ജയിക്കാത്തൊരു സീറ്റിലാണ് നിങ്ങൾ വിദഗ്ധ സാർ മത്സരിച്ചിട്ട് ജയിക്കാത്തൊരു സീറ്റിലാണ് നിങ്ങൾ ഈ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജയിക്കുമെന്നല്ലാതെ ഏതെങ്കിലും പാർട്ടി ഇപ്പോൾ അയാൾ പറഞ്ഞ ജയിക്കുന്നല്ല. അല്ല DMK പറഞ്ഞെന്താണ് BJP ജയിക്കുമെന്ന് പറഞ്ഞതാണ്. BJP അല്ലാതെ ഏത് പാർട്ടിയാണ് സ്വതന്ത്രമായി നിൽക്കുന്നവർ പോലും ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവകാശവാദം എന്തായിരുന്നാണ് ചോദിക്കും. അവകാശവാദം ഇല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു? സ്ഥാനാർത്ഥി ഞാൻ തോക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ. അല്ല, അമിത ആത്മവിശ്വാസമല്ല. ഏറ്റവും ചെറിയ 3 ദിവസം UDF അറിയുന്ന സംഘപരിവാറൊക്കെ കൃത്യമായ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. വിജയിക്കുന്ന ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോസ്റ്റ് വോട്ടുകളൊക്കെപ്പോഴാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നമ്മുടെ സർവേ എക്സിറ്റ് പോളുകൾ മുഴുവൻ എതിരാകുമ്പോഴും എന്താണ് പ്രതിപക്ഷം തോൽക്കും ജയിക്കുന്നു പറയുന്നത്. അവസാന മണിക്കൂർ വരെ അങ്ങനെ തന്നെയാണ് പറയാ. കാരണം പോസ്റ്റൽ വോട്ട്, സർവീസ് വോട്ടൊക്കെ വരുന്നത് തലേദിവസവും എനിക്കിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാം, വോട്ടുണ്ടെന്നതിന്റെ തലേദിവസം വരെ പെട്ടിയിൽ കൊണ്ടിടുക. രാവിലെ 10 മണി വരെ നിയുക്ത എന്താ പറയാനുള്ളത്? പോലെ അയാളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഷാബി ചെയ്തപോലെ പരിപാടി ചെയ്യരുത്. 12ക്ക് അടുത്ത ഇലക്ഷൻ മത്സരിച്ച് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോകും. മഹാരാഷ്ട്രയിൽ ഇത്ര ഒരു ഉജ്ജ്വല വിജയം BJP അല്ല, അതെനിക്കറിയില്ല. എന്തായാലും അത്യുജ്വലമായിട്ടുള്ളൊരു വിജയമാണ് അവിടെ ഉണ്ടായത്. കേരളീയ തന്നെ ഒരു പാർട്ടിയുടെ പാർലമെന്റ് വരെ മത്സരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് പുള്ളിയുടെ എത്ര സീറ്റ് എത്ര ആവശ്യം? ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം പോലെ അത് എല്ലാവരും അങ്ങനെ തന്നെയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നില്ല. തീർച്ചയായിട്ടും മത്സരിക്കുന്ന എനിക്ക് മടുപ്പ്. അത് ഒരു എന്താ പറയുക, അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ UDF തോറ്റാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കാഴ്ചവെക്കാൻ തയ്യാറായിപ്പോ എന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിശോധന ഉണ്ടാവില്ലേ? എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ്. പരിശോധിക്കും, വിശദമായിട്ട് ഓരോ ബൂത്തും എടുത്ത് പോകും. കൃഷ്ണകുമാർ തന്നെ എല്ലാ ബൂത്തിലും പോയി, ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാ ബൂത്തിലും പോയി ഒരുമിച്ചിരുന്നു. ഇതൊക്കെ പക്ഷേ ഇപ്പം 30 വോട്ട് 40 വോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തതും മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ഒരാഴ്ചത്തെ സമയം കൊണ്ടുണ്ട്. അതിനെല്ലാം എല്ലാം പരിശോധിക്കും. ഞങ്ങൾ ആരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥി പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഒരു ഇലക്ഷനിൽ തോൽക്കുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഏതെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാർ തോറ്റിട്ടുണ്ട്, ഏതെല്ലാം MP-മാര് മന്ത്രിമാരായിരുന്ന ആൾക്കാർ തോറ്റിട്ടുണ്ട്. നമ്മൾ നടക്കണം. ഈ പാർട്ടി ഇന്ന് പോയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തുനിന്ന് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അവർക്ക് അവരും ചിലപ്പോൾ അവരും കാരണം കൊണ്ടൊന്നായിരിക്കില്ല, പക്ഷെ അവരും കൂടി ഇതിൽ ഭാഗവാക്കായി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരില്ല. അപ്പൊ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഒരാൾ പുറത്തുകൂടെ കൊടുക്കണ ഒരാളെ പുറത്തുകൂടെ കൊടുക്കണമല്ല. അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ പരാജയത്തെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും എത്ര സമയം വേണമെങ്കിൽ മറുപടി പറയും. അതിന്റെ ആവശ്യമില്ല. ശരി.